കൂട്ടുകാരി. മാലയോഗം ഭാഗം 31. ഉണ്ണിമായ അങ്ങനെ എറണാകുളത്തേക്ക് ചേക്കേറിയിരിക്കുകയാണ്. അവൾ ഇന്നേ വരെ ചെയ്തിട്ടില്ലാത്തൊരു ജോലിയും ചെയ്യുന്നുണ്ട്. പാവല്ലേ, എന്നും കഷ്ടമാണ് അവൾക്ക്. ഇനി ഇതെങ്കിലും നല്ല രീതിയിൽ കൊണ്ടുപോയി ജീവിതം വിജയിക്കാൻ കഴിയട്ടെ. എനിക്കും വലിയ ഐഡിയ ഇല്ലാത്തൊരു ഫീൽഡാണ് ഈ തിയേറ്റർ. അപ്പോൾ എൻ്റെ ഒരു പരിമിതമായ അറിവിൽ വെച്ചാണ് ഞാൻ അതിനെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുള്ളത്. നിങ്ങൾ ആരെങ്കിലും മേഖലയിലുള്ളവരുണ്ടെങ്കിൽ അതിലെവിടെയെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം. മെഡിക്കൽ ടേംസ് ആയാലും മെഡിക്കൽ ഫീൽഡിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിലൊക്കെ നിങ്ങൾ ആ മേഖലയിലുള്ളവർ എനിക്ക് ആ തിരുത്തി തരണം കേട്ടോ. വളരെ കുറഞ്ഞ അറിവുകളുള്ള ഒരാളാണ് ഞാൻ. ആ ഉള്ള അറിവിലാണ് ഈ കഥ എഴുതുന്നത്. കഥ എഴുതാൻ ഒത്തിരി ഇഷ്ടമാണ്, കഥ കേൾക്കാനും ഇഷ്ടമാണ്, വായിക്കാനും ഇഷ്ടമാണ്. അത് ഇപ്പം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാനും അതിലേറെ ഇഷ്ടമാണ്. അപ്പോൾ ഉണ്ണിമായയുടെ കഥ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാകുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് എന്തും എന്നോട് തുറന്ന് പറയാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് വരാം. അതാ ഞാൻ പറഞ്ഞ ഉണ്ണിമായ. തുഷാര കാതോരം പറയുന്നത് കേട്ട് സമുദ്രയുടെ മിഴികൾ ശരവേഗത്തിൽ ആൾക്കൂട്ടത്തിലേക്ക് പാഞ്ഞു. കടുനീല മുത്തുകൾ പതിപ്പിച്ച വെള്ള നിറത്തിലുള്ള ഫാൻസി സാരിയുടെ പല്ലു കയ്യിലേക്ക് വിരിച്ചിട്ട് മുന്നോട്ട് നടക്കുമ്പോഴും സമുദ്രയുടെ നോട്ടം ഉണ്ണിമായിൽ തന്നെയായിരുന്നു. പുരികമൊന്ന് ഉയർത്തി താഴ്ത്തി ദയിപ്പിക്കും കണക്കെയുള്ള നോട്ടം. ഏതോ കാട്ടുഗ്രാമത്തിൽ നിന്ന് ഇങ്ങോട്ട് കുറ്റിമ്പറിച്ച് ഇറങ്ങിയതാ. ഒടുക്കത്തെ ഗ്ലാമർ തന്നെ. അവളുടെ നോട്ടം ഉണ്ണിമായിൽ നിന്ന് പിൻവലിക്കുന്നില്ലെന്ന് കണ്ടതും തുഷാര ഓരോന്ന് കാതോരം പറഞ്ഞ് അവളെ അസ്വസ്ഥതയാക്കിക്കൊണ്ടിരുന്നു. സാറിവിടെ ജോലിയും കൊടുത്തവൾക്ക്. ആ, അസിസ്റ്റന്റ് മാനേജർ. തുഷാരയുടെ വാക്കുകൾ കേട്ട് സമുദ്ര ഞെട്ടി അങ്ങനെ നിന്നു. എന്നാലും ഇതൊന്നും വിക്കി തന്നോട് പറഞ്ഞില്ലല്ലോ എന്നോർക്കെ അവൾക്ക് സങ്കടം തോന്നി. ഇല്ല, വിക്കിയിൽ മാറ്റമൊന്നുമില്ല. മുമ്പും ബാങ്കിലെ കാര്യങ്ങളോ മറ്റു അനുബന്ധ സ്ഥാപനങ്ങളിലെ കാര്യങ്ങളോ തന്നോട് ചർച്ച ചെയ്തിട്ടില്ലെന്ന് അവൾ ഓർത്തെടുത്തു. ഓരോന്നങ്ങനെ ഓർത്തു നിൽക്കുമ്പോഴും മുൻപിൽ നിൽക്കുന്ന ഉദ്ഘാടക റിബൺ മുറിക്കുന്നതും വിഘ്നേഷിൻ്റെ പുഞ്ചിരിയും ഭാഗ്യത്തിൻ്റെയും വെങ്കിടിയുടെയും മധുര വിതരണവുമെല്ലാം അവളുടെ കണ്ണിൽ തിരശീലയിൽ തെളിയുന്ന ദൃശ്യങ്ങൾ പോലെ അവളും നോക്കിക്കണ്ടങ്ങനെ നിന്നു. കമനീയമായി തയ്യാറാക്കിയ സ്റ്റേജിൽ വളരെ ആർജവത്തോടെ സംസാരിക്കുന്ന ഉദ്ഘാടക. കാര്യം പോലും അറിയാത്ത കരഘോഷത്തിന് അവളും കേൾവിക്കാർക്കൊപ്പം കൂട്ടുചേർന്ന് കൈയടിച്ചു. ഉദ്ഘാടന ചടങ്ങുകൾക്ക് പരിസമാപ്തി ആയതും എല്ലാവരും തിയേറ്ററിൻ്റെ അകത്ത് പോയിരുന്നു. 200 പേർക്ക് ഒരുമിച്ചിരിക്കാവുന്ന സിനിമ ഹാളിലെ ഭിത്തിയിൽ വലിയ സ്ക്രീൻ. ഒരു സിനിമ സ്ക്രീനിൽ പ്രദർശനം നടത്തിയ ചെറുപ്പക്കാർക്ക് വലിയ ആവേശമായി. അവർ മാലകളും കടലാസ് തുണ്ടുകളും പിറകിൽ നിന്നും വാരി എറിഞ്ഞു. ഉണ്ണിമായുടെയും നിമിഷയുടെ മുടിയിലും മടിയിലും വീണ കടലാസ് കഷ്ണങ്ങൾ അവർ പെറുക്കിയെറിഞ്ഞു. സിനിമ തിയേറ്ററിൽ പോയിട്ടില്ലെന്നല്ലേ പറഞ്ഞേ? ശരിക്കും ആസ്വദിച്ചു കണ്ടോ? ആ ബഹളത്തിനിടയിലും നിമിഷ അവളുടെ കാതോരം പറഞ്ഞു. നോക്ക് ചേച്ചി, ഈ TV എത്ര വലുതാ. അപ്പുവിൻ്റെ കണ്ണിലും വിസ്മയമാണ്. ആ കൂരിരുട്ടിലും മൂവരുടെ കണ്ണിലെ തിളക്കം പ്രസന്നമായിരുന്നു. അഡ്വക്കേറ്റ് മുരളി നമ്പ്യാർ എന്നെഴുതിയ ബോർഡ് ഒന്ന് നോക്കിയ ശേഷം ഭരതൻ വാതിൽ തുറന്നു അകത്ത് കയറി. റിവോൾവിംഗ് ചെയറിൽ ഇരിക്കുന്ന ഒരാൾ സോഡ ഗ്ലാസ് ഒന്നുകൂടെ നേരെയാക്കി തൻ്റെ മുമ്പിൽ ഇരിക്കുന്നവനെ ഒന്ന് നോക്കി. എന്താടോ, തൻ്റെ കണ്ണിൻ്റെ മൊത്തം ഫ്യൂസും പോയോ? കൈമുട്ട് മേശയിൽ കുത്തി ഭരതൻ കൈ കവിളിൽ കുത്തിയിരുന്നു. കാഴ്ചക്ക് ഭയങ്കര മങ്ങല. ഗ്ലാസ് മാറ്റാറായി കാണും. താനിപ്പോൾ എന്തിയാ ഈ വൈക്കൊക്കെ? എന്തെങ്കിലും കാര്യം കാണും. അയാൾ തലയാട്ടി ഒന്നിളക്കി ചിരിച്ചു. പിന്നല്ലാതെ, സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഒരു വക്കീലെ കാണാൻ വരുമോ? ഉടനെ തന്നെ മറുപടിയും കൊടുത്തു. എന്നാ പറ, എന്തുവാ? തനിക്കിപ്പോൾ ഒരു കേസ്? എനിക്കല്ല, നാട്ടിൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരു കുട്ടിക്ക് വേണ്ടിയാ. ഭരതൻ നടന്ന സംഭവങ്ങളൊക്കെ വിവരിച്ചു കൊടുത്തു. എല്ലാം കേട്ടു കഴിഞ്ഞ് മുരളി അല്പം നേരം ചിന്തയിലിരുന്നു. എന്തായാലും അറസ്റ്റ് നടന്നിട്ടില്ലല്ലോ. ആ കുട്ടിക്ക് ഈ കൊലപാതകത്തിൽ പങ്കില്ലാത്തത് കൊണ്ട് തന്നെ ഈ കേസ് നിലനിൽക്കില്ല ഭരത. ഇനിയും ആശങ്കയാണെങ്കിൽ നമുക്കൊരു മുൻകൂർ ജാമ്യം എടുക്കാം. മുരളിയുടെ വാക്കുകൾ കേട്ട് ഭരതൻ തല കുലുക്കി. ഫസ്റ്റ് ഷോ കഴിഞ്ഞ് എല്ലാവരും പുറത്തിറങ്ങി. കൈ ഉരസി ഇരു കൈകളും നെഞ്ചിലമർത്തി പിടിച്ച് ഉണ്ണിമായെയും അപ്പുവിനും നിമിഷക്കും പിറകിൽ
ഇറങ്ങി കോമ്പൗണ്ടിലെത്തി. എന്തുവാടി? നിന്ന് താളം ചവിട്ടുന്നവളെ നോക്കി നിമിഷ കണ്ണുരുട്ടി. AC-യുടെ തണുപ്പ്. ഉണ്ണിമായ ഒന്നുകൂടെ കൈകൾ ഇറുക്കി നെഞ്ചിൽ കെട്ടി. എടാ ഉണ്ണിമായ! പിറകിൽ നിന്നുള്ള വിഘ്നേഷിൻ്റെ വിളി കേട്ട് മൂവരും തിരിഞ്ഞു നോക്കി. നോക്കുമ്പോൾ കുറച്ചപ്പുറം നിന്ന് വിഘ്നേഷ് അവരെ നോക്കി കൈയാട്ടുന്നുണ്ട്. സാറ് വിളിക്കുന്നു, ചെല്ല്! നിമിഷ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഉണ്ണിമായ ഭയത്തോടെ നിമിഷയെ നോക്കുന്നത് കണ്ട് അവൾ അമർഷത്തോടെ ചുണ്ടമർത്തി. എനിക്ക് പേടിയാകുന്നു, നീയും വാ. നിമിഷയുടെ കൈ വലിച്ച് വിഘ്നേഷിൻ്റെ അടുത്തെത്തി. അവന് ചുറ്റുമായി വേറെയും കുറച്ച് ആളുകളുണ്ടായിരുന്നു. ഉണ്ണിമായെ കാണാതായപ്പോൾ ഞാൻ ഓർത്ത് ജോലിക്ക് വരില്ലെന്ന് വിഘ്നേഷ് ചിരിയോടെ പറഞ്ഞു. ഞങ്ങളൊക്കെ നേരത്തെ തന്നെ വന്നിട്ടുണ്ട്. ഷോ തുടങ്ങുമ്പോൾ ഞങ്ങളും പിറകിലെ സീറ്റിലെത്തിയിരുന്നു. ആഹാ! നിമിഷയ്ക്ക് മറുപടി നൽകുമ്പോൾ വിഘ്നേഷ് അപ്പുവിനെ നോക്കി മീ ഉയർത്തി പിന്നെ കണ്ണ് ചിമ്മി കാണിച്ചു. ഇതാണ് രജനീഷ്. വിഘ്നേഷ് വെളുത്ത ഷർട്ടിന് മുകളിൽ കോട്ടും കടുനീല പാൻറ്റും ധരിച്ച സുന്ദരനായ ഒരു ചെറുപ്പക്കാരനെ ചൂണ്ടിക്കാണിച്ചു. ഉണ്ണിമായ അവനെ നോക്കി പുഞ്ചിരിയോടെ കൈയൊന്ന് കൂപ്പി അയച്ചു. നമ്മുടെ മാനേജറാണ് രജനീഷ്. ഇതാണ് ഉണ്ണിമായ. തനിക്ക് കുറച്ച് ജോലി ഉണ്ണിമായ്ക്ക് ഷിഫ്റ്റ് ചെയ്യാം. പക്ഷേ പുള്ളിക്കാരിക്ക് ഫീൽഡിൽ മുൻപരിചയമില്ല കേട്ടോ. ഒന്ന് ട്രാക്കിലാകും വരെ താൻ കൂടെ വേണം. ഉണ്ണിമായ്ക്കും രജനീഷിനും ജോലിയുടെ നിർദ്ദേശങ്ങളും അവൻ്റെ മുന്നോട്ടുള്ള പദ്ധതികളെക്കുറിച്ചും വിവരിച്ചു കൊടുത്തു. അപ്പോഴേക്കും സമുദ്രയും തുഷാരയും അങ്ങോട്ടെത്തി. അവരുടെ സംസാരങ്ങളും പൊട്ടിച്ചിരികളും ഇരുവരും ഒളിഞ്ഞു നിന്ന് വീക്ഷിക്കുകയായിരുന്നു. സംശയത്തിൻ്റെയും കുശുമ്പിൻ്റെയും വിത്തുകൾ സമുദ്രയുടെ മനസ്സിലേക്ക് വാരിയെറിഞ്ഞു. തുഷാര ഒപ്പം തന്നെ ഉണ്ട്. ഇടയ്ക്കെപ്പോഴോ അവരെ തന്നെ രൂക്ഷമായി നോക്കുന്നവളുടെ മിഴികൾ വിഘ്നേഷിൽ നിന്ന് മാറി ഉണ്ണിമായയിലെത്തിയിരുന്നു. സമുദ്രയുടെ നോട്ടം തന്നിലാണെന്ന് കണ്ടപ്പോൾ ഉണ്ണിമായ പുഞ്ചിരിച്ചു. മുഖത്തെ രൗദ്രഭാവം വെടിഞ്ഞു അവളും ഒരു പുഞ്ചിരി വരുത്തി. വിജയലക്ഷ്മിയുടെ മുറിയിൽ നിന്ന് സുചിത്ര അലക്കുതുണികളുമായി ഇറങ്ങി. ആ മുറി ലക്ഷ്യം വെച്ച് വരുന്ന ഭരതനെ കണ്ടപ്പോൾ ചാരിയ വാതിലുകൾ അവർ പതിയെ തുറന്നു കൊടുത്തു. ഉറങ്ങിക്കാണില്ല, കയറി കണ്ടോളൂ. ഇതും പറഞ്ഞ് സുചിത്ര കഴുകാനുള്ള തുണികൾ പാണ്ടക്കെട്ടാക്കി. ചെറിയമ്പ്യാരെ, എൻ്റെ മോള്, അവളെ പോലീസുകാർ കൊണ്ടുപോകുമോ? മുറിയിലേക്ക് കയറാൻ ഒരുങ്ങിയവൻ സുചിത്രയുടെ ഭീതിയോടെയുള്ള നിൽപ്പ് കണ്ട് പിറകിലേക്ക് തന്നെ തിരിഞ്ഞു വന്നു. അമ്മ ധൈര്യമായിരിക്കെ, ഇവിടെ നിയമവും കോടതിയൊക്കെ ഇല്ലേ. കവിതയെ ഒരുത്തനും കൊണ്ടുപോകില്ല. അവൻ സുചിത്രയുടെ ചുമലിൽ തട്ടി ആശ്വസിപ്പിച്ചു. ജീവിച്ചിരിക്കുമ്പോഴേ ആ കാട്ടാളിനെ കൊണ്ട് എൻ്റെ മോൾക്ക് സൗകര്യം ഉണ്ടായിട്ടില്ല. ഇപ്പം ചത്തിട്ടു. അവൾ നിറഞ്ഞു തുളുമ്പുന്ന മിഴികൾ തുടച്ചു മുന്നോട്ട് നടക്കുമ്പോൾ സുചിത്ര ചേച്ചി എന്ന ഭരതൻ്റെ വിളിയിൽ നിന്നും അമ്മ വരെ എത്തിയത് അവർ അറിഞ്ഞിരുന്നില്ല. സംഘർഷഭരിതമായ മനസ്സോടെ അവൻ ആ മുറിയിൽ പ്രവേശിച്ചു. ഭാമിനി, നീ വന്നോ? മുറിയിൽ ആളനക്കം കേട്ടതും വിജയലക്ഷ്മി തല മാത്രം പതിയെ പൊക്കി ഭരതനെ നോക്കി. ആ ചോദ്യത്തോടെ അമ്മയുടെ ഓർമ്മയ്ക്ക് പ്രശ്നമുണ്ടായി തുടങ്ങിയെന്ന് അവൻ മനസ്സിലാക്കി. മുറിയിൽ നല്ല വെളിച്ചമുണ്ടായിരുന്നു. അമ്മേ, ഇത് ഞാനാ, ഭരതൻ. ഭരതൻ ബെഡിലേക്ക് ഇരിക്കുന്നതിനിടെ അവരുടെ കരങ്ങൾ കവർന്നു. ഭരത, ഉണ്ണിമായ എവിടെ? അവൾ വന്നില്ലേ? ഉണ്ണിമായ വന്നിരുന്നല്ലോ അമ്മയെ കാണാൻ. ഉണ്ണിമായ മാത്രമല്ല, കവിതയും. ഭരതൻ നറുപുഞ്ചിരിയോടെ പറയുന്നത് അവർ ശ്രദ്ധിച്ചു കേട്ടിരുന്നു. വിജയലക്ഷ്മിയുടെ അരികിലിരിക്കുന്ന പുതപ്പെടുത്ത് അവൻ നേരെ പുതച്ചു കൊടുത്തു. കവിതയെ വിവാഹം ചെയ്യാനുള്ള തൻ്റെ ആഗ്രഹം അറിയിക്കാനുള്ള അവസ്ഥയിലല്ല തൻ്റെ അമ്മ ഇപ്പോൾ ഉള്ളതെന്ന വാസ്തവം മനസ്സിലാക്കി വിങ്ങുന്ന നെഞ്ചോടെ അവൻ ആ മുറി വിട്ടിറങ്ങി. തിയേറ്ററിലെ ജോലിയോട് ഉണ്ണിമായ പൊരുത്തപ്പെട്ടു തുടങ്ങിയിരുന്നു. രാവിലെ 6 മണി മുതൽ തുടങ്ങിയാൽ വൈകിട്ട് 6 മണി വരെയാണ് ഉണ്ണിമായുടെ ഡ്യൂട്ടി. നിമിഷ ബാങ്കിൽ പോകുന്ന സമയത്ത് അവൾ അപ്പുവിനെ സ്കൂൾ ബസ്സിൽ വിടും. ഓരോ ഷോ സമയം ആവുമ്പോഴും മനസ്സിലൊരു വെപ്രാളമായിരുന്നു. പതിയെ അതും ട്രാക്കിൽ വന്നതോടെ ഉണ്ണിമായക്ക് ജോലിക്ക് വരാൻ വലിയ താല്പര്യമായി. രാവിലെ വന്നതും സിനിമ ഹാളിലെ സീറ്റ് അറേഞ്ച്മെൻറ്റ്സും ജീവനക്കാരുടെ അറ്റൻഡൻസും ഷോ ടൈം എല്ലാം പരിശോധിച്ച് വിലയിരുത്തും. 6 മണിക്ക് ശേഷമുള്ള എല്ലാ ജോലികളും രജനീഷ് മേൽനോട്ടം വഹിക്കും. ഭരതൻ കവിതയുടെ വീട് എത്താനായപ്പോഴേക്കും ആലയിൽ നിന്ന് ഇരുമ്പ് കഷ്ണത്തിൽ ആഞ്ഞടിക്കുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. തല്ലി പൊട്ടിക്കുവോ താനത്? പൊടുന്നനെ
അവൾ ഭരതൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞതും അവൾ ഞെട്ടിത്തിരിഞ്ഞൊന്ന് നോക്കി. അയ്യോ ചെറിയമ്പ്യാർ! തറയിലിട്ട പലകയിൽ നിന്ന് അവൾ ചാടി എഴുന്നേറ്റു. അയ്യോ ചെറിയമ്പ്യാരല്ല, ഇലഞ്ഞിത്തറയിലെ ചെറിയമ്പ്യാർ, അങ്ങനല്ലേ? കവിതയെ നോക്കി അവനൊന്ന് ഇളിച്ചു. അമ്മ ഇവിടെ ഇല്ലല്ലോ. വെപ്രാളത്തോടെ അവൾ ആലയുടെ തൂണിനരികിൽ വന്നു നിന്നു. അറിയാം, അമ്മ ഇവിടെ ഉണ്ട്. അമ്മ അവിടെയുണ്ട്, എൻ്റെ വീട്ടിൽ. അമ്മയില്ലാത്ത നേരം നോക്കി വന്നതാ. എനിക്കൊരു കാര്യം അറിയാനുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷം എനിക്ക് 2 അമ്മമാരോടും കൂടെ അക്കാര്യം പറയണം. അത് കഴിഞ്ഞ് എൻ്റെ ചേട്ടന്മാരോടും. പറഞ്ഞു തുടങ്ങുമ്പോഴേ നെഞ്ചിടിപ്പ് ഉയരുന്നത് അവൻ അറിയുന്നുണ്ട്. എന്താ? അവൻ അത്രയും നീട്ടി വലിച്ചൊരു ആമുഖം കൊടുത്തപ്പോഴേക്കും കവിതയ്ക്ക് ഭയമായി. കവിതയ്ക്ക് ഈ ഭരതൻ നമ്പ്യാരെ ഇഷ്ടമാണോ? ഇനിയും എനിക്കൊരു പിഴവ് പറ്റിക്കൂടാ. ഇനിയും ഞാൻ എൻ്റെ കുടുംബത്തിന് മുമ്പിൽ കോമാളി ആയിക്കൂടാ. പറ കവിത, ഉണ്ണിമായ പറഞ്ഞത് സത്യമാണോ? തനിക്കെന്നെ ഇഷ്ടമാണോ? വാടിത്തളർന്നു നിൽക്കുന്നവളുടെ അരികിലേക്കായി അവനും വന്നു ചേർന്നു. തൂണിൽ വെച്ച് അവളുടെ കരങ്ങൾക്ക് മേൽ അവൻ്റെ കൈ പതിഞ്ഞു. പറ, ഈ കവിതയ്ക്ക് ഭരതൻ നമ്പ്യാരെ ഇഷ്ടമാണോ? അവൻ്റെ സ്വരം നേർത്തുപോയിരുന്നു. ഇഷ്ടമാണ്. നാണത്താൽ അവളുടെ കവിളണകൾ ചുവന്നു തുടുത്തു. എന്നിട്ടെന്താ എന്നോട് പറയാതിരുന്നത്? അവൻ്റെ സ്വരം മാറി. ശങ്കയോടെ അവൾ അവനെ നോക്കി. വേണ്ട, തൽക്കാലം എനിക്കിത്ര അറിഞ്ഞാൽ മതി. ആലയിലെ വലിയ പടിക്കെട്ടുകൾ ചാടിയിറങ്ങി അവൻ ഇറങ്ങിപ്പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ പകച്ചു നിന്നവൾ. ഭരതൻ പിന്നാമ്പുറത്തെ മുറ്റത്തേക്ക് ചെന്നപ്പോൾ സുചിത്ര വിജയലക്ഷ്മിയുടെ തുണികൾ അയയിലിടുന്നുണ്ട്. മോന് കുടിക്കാൻ ചായ എടുക്കട്ടെ? ചെയ്യുന്ന ജോലി പകുതിക്ക് വെച്ച് സുചിത്ര വ്യഗ്രതയിൽ അടുക്കളയിലേക്ക് പോവാനൊരുങ്ങി. അമ്മേ! ഭരതൻ്റെ വിളി കേട്ട് സുചിത്ര നെട്ടിത്തെറിച്ചു നിന്നു. മോനെന്താ വിളിച്ചത്? സുചിത്ര മിഴിച്ചു നിന്നു. അവൻ്റെ മിഴികളിൽ അവൻ എന്തോ പറയാനുണ്ടെന്ന് വ്യക്തമായിരുന്നു. കവിതയെ എനിക്കിഷ്ടമാണ്. കവിതയ്ക്ക് എന്നെയും. എല്ലാവരുടെയും ഇഷ്ടത്തോടെ ഞങ്ങളെ വിവാഹം നടത്തിത്തരണം. അമ്മ അവളെ എനിക്ക് കൈപിടിച്ചു തരണം. ഭരതൻ സുചിത്രയുടെ കരങ്ങൾ കവർന്നപ്പോൾ അവരാകെ വിറച്ചുപോയി. എന്നെ അനുഗ്രഹിക്കാനും തലോടാനുമുള്ള കൈകൾ ഇന്ന് ഞാൻ പറയുന്നത് പോലും മനസ്സിലാകാത്ത സ്ഥിതിയിലായിപ്പോയി. നനഞ്ഞു തുടങ്ങിയ മിഴികൾ വിജയലക്ഷ്മിയുടെ മുറിയുടെ ജനാലയിലേക്ക് നീണ്ടു. ഇനി ഏട്ടന്മാരോട് ഇക്കാര്യങ്ങൾ പറഞ്ഞാലുള്ള പുകിലോർത്ത് അവൻ്റെ ഹൃദയം പടച്ചെങ്കിലും വേഗം എല്ലാത്തിനും ഒരു ഉത്തരം കണ്ടെത്തണമെന്ന് അവൻ ഉള്ളിൽ ഉറപ്പിച്ചിരുന്നു. ഭരതൻ അടുക്കള വഴി അകത്തേക്ക് കയറിപ്പോയിട്ടും അവൻ കവർന്ന കരങ്ങൾ അതേപാടെ പിടിച്ചു സുചിത്ര തരിച്ചങ്ങനെ നിന്നു. എത്രയും വേഗം വീട്ടിലെത്തി കേട്ട കാര്യത്തിൻ്റെ നിജസ്ഥിതി അറിയാൻ അവരുടെ മനസ്സ് കൊതിച്ചു. ഉമ്മറത്ത് അരഭിത്തിയിൽ ചാരി ഭരതൻ നിൽപ്പാണ്. ചാരു കസേരയിൽ നിവർന്നിരുന്നു വിശ്വനാഥൻ അവനെ അടിമുടി ഒന്നൊഴിഞ്ഞു നോക്കി തല ചിരിച്ചു. എനിക്ക് നിന്നെ മനസ്സിലാകുന്നില്ല ഭരത. എനിക്കെന്നല്ല, ഇവിടെയുള്ള ആർക്കും. ആദ്യം പറഞ്ഞു ഉണ്ണിമായയാണ് നിനക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമെന്ന്. ഇപ്പം പറയുന്നു അവളുടെ കൂട്ടുകാരിയാണ് നിനക്ക് വിവാഹം കഴിക്കേണ്ടതെന്ന്. വിശ്വനാഥൻ്റെ മുഖം ചുവന്നു തുടുത്തു. അയാൾ അമർഷം കൊണ്ട് പറയുന്ന വാക്കുകൾക്ക് മൗനമായി ശിരസ് താഴ്ത്തി ഭരതൻ നിന്നു. വീട്ടിൽ ഇക്കാര്യം അറിയുമ്പോൾ ഉണ്ടാകുന്ന ഭൂകമ്പം അവൻ ഊഹിച്ചത് ഇതിലും അപ്പുറമായിരുന്നു. നീ ഒരു കാര്യം ഓർക്കണം. നമ്മുടെ ഈ മഠത്തിനൊരു പാരമ്പര്യമുണ്ട്, അന്തസ്സുണ്ട്. ഗ്രാമീണർക്ക് പറഞ്ഞു ചിരിക്കാനുള്ള വക നീയായിട്ടുണ്ടാക്കരുത്. നീ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന ഉണ്ണിമായയും അവളുടെ കൂട്ടുകാരിയും ഒക്കെ ഈ വീട്ടിലെ അടിച്ചുതളിക്കാരിയുടെ മക്കളാ. ഞാനും കൃഷ്ണനുണ്ണിയൊക്കെ വിവാഹം ചെയ്ത പോലെ നല്ല അന്തസ്സുള്ള തറവാട്ടിൽ നിന്ന് നിനക്കൊരു പെണ്ണിനെ കിട്ടായുണ്ടോ? ഇവിടെ എല്ലാവരും നിൻ്റെ ഒരു സമ്മതത്തിന് കാത്തിരിക്കാണ്. പറഞ്ഞ് ഇരുന്നിടത്ത് വിശ്വനാഥൻ എഴുന്നേറ്റു. നീ എന്തെങ്കിലും ഒന്ന് പറ. അവൻ്റെ മൗനം ശാന്തത അയാളുടെ മനസ്സിൻ്റെ രോഷത്തെ ശമിപ്പിച്ചു. എന്നെ മനസ്സിലാക്കുന്ന സ്നേഹിക്കുന്ന ഒരുത്തി, അത്രേ വേണ്ടൂ എനിക്ക്. ഇതും പറഞ്ഞ് മുണ്ടിൻ്റെ കര കയ്യിലെടുത്തു അവൻ മുറ്റത്തേക്കിറങ്ങി ചെരുപ്പിട്ട് ഗേറ്റും കടന്നു പോയി. അവൻ്റെ ആഗ്രഹങ്ങൾ നടത്തിക്കൊടുത്തില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അവൻ അവിവാഹിതനായി തുടരുമെന്ന് അയാൾക്കറിയാം. അങ്ങനെ വന്നാൽ കുടുംബത്തിൻ്റെ വീതം വെപ്പ് ദീർഘനാൾ വൈകും. ഭാര്യ സൗപർണികയുടെ തലയണ മന്ത്രം അയാളുടെ കാതിൽ പതിഞ്ഞു. തുടരും.
സൗണ്ട് വളരെ കുറവുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. പൊതുവേ ഞാൻ പറയുന്നത് തന്നെ അവർക്ക് കേൾക്കില്ല. നമ്മൾ ക്ലാസ്സിലൊക്കെ ഇരുന്ന് സാറേ സാറേ എന്ന് വിളിക്കുമ്പോൾ ഒരു സാറും കേൾക്കില്ലായിരുന്നു എൻ്റെ സൗണ്ട് കേട്ടോ. എന്നിട്ട് അപ്പുറത്തുള്ള ആൾ വിളിച്ചിട്ടാണ് സാറിനൊക്കെ ഞാൻ വിളിപ്പിച്ചിരുന്നത്. അത്രയും സൗണ്ടില്ലാത്ത കുഞ്ഞിക്കിളിയായിരുന്നു ഞാൻ. ഞാനാണിപ്പോൾ ഇത് വായിക്കുന്നത്. അതുകൊണ്ടൊരു മൈക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബോറായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പറയണം. എന്നാൽ പിന്നെ അടുത്ത പാർട്ട് തൊട്ട് എനിക്ക് മൈക്കൊന്നും വേണ്ടാണ്ടാക്കാമല്ലോ കേട്ടോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ കമൻസും സബ്സ്ക്രൈബ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ എൻ്റെ ചാനലിൽ കയറിയിട്ട് ആ ബെൽ ബട്ടണും ആ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടണൊക്കെ ഞെക്കി പൊട്ടിച്ചേക്കൂ പ്ലീസ്. കുറച്ച് ആളുകളൊന്ന് വന്നോട്ടെ. എനിക്ക് ഒത്തിരി സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാൻ ആഗ്രഹമാകുന്നു. എങ്ങനെയെങ്കിലും ഒരു 500ലേക്ക് ഇപ്പോൾ എത്തിച്ചു തരണേ പ്ലീസ്. എല്ലാവരോടും സ്നേഹം, നന്ദി.